ഇന്ത്യൻ വ്യവസായ ലോകത്തെ തന്നെ ഞെട്ടിച്ച ദാരുണമായ ഒരു സംഭവമാണ് ബംഗളൂരുവിൽ ഇന്ന് വൈകിട്ട് ഉണ്ടായിരിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണം അത് വ്യവസായ ലോകത്തെ ആകെ ഉലച്ചിരിക്കുന്ന ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിശദീകരണമാണ് ഇനി ലഭിക്കാനുള്ളത്. ഏറ്റവും സുപ്രധാനം ഇതിൽ പോലീസിന്റെ വിശദീകരണം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ബംഗളൂരുവിലെ റിച്ച്മണ്ട് സർക്കിളിലുള്ള ഈ ഓഫീസിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ പോലീസ് സംഘം എത്തി പരിശോധനകൾ നടത്തി വരികയാണ്. അതിനുശേഷം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു സാഹചര്യമാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തുകയായിരുന്നു എന്നാണ് ജീവനക്കാർ സ്ഥിരീകരിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് ഈ ശബ്ദം കേട്ട് ജീവനക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഇവരാണ് അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. HSR ലേഔട്ടിലുള്ള നാരായണ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്നാൽ അപ്പോഴേക്ക് തന്നെ മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുമാണ് ജീവനക്കാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഈ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തിയ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റെയ്ഡിനിടെ ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്തത് എന്നത് വ്യവസായ ലോകത്ത് മാത്രമല്ല മറ്റ് പൊതുജനങ്ങൾ പോലും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം പലതവണ ഇത്തരത്തിലുള്ള തിരിച്ചടികളെയും മറികടന്ന് കൂടുതൽ ശക്തമായി ഉയർന്നു വന്ന ഒരു വ്യവസായിയാണ് CJ റോയ്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന ചോദ്യം ഈ ഒരു ഘട്ടത്തിലും ബാക്കിയാണ്. അതിന് കൃത്യമായ ഒരു വിശദീകരണം പോലീസിന്റെ ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു വിശദീകരണം ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും ലഭിക്കുക. അദ്ദേഹത്തിന്റെ കമ്പനി കോൺഫിഡന്റ് പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആദായ നികുതി വകുപ്പുമായും ഒപ്പം തന്നെ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലുമായും ബന്ധപ്പെട്ടും കർണാടക ഹൈക്കോടതിയിലും ചില വ്യവഹാരങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് കുറച്ചു കാലമായുള്ള കേസുകളാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിനോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിനോ ഇടയാക്കിയത് എന്താണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തന്റെ ഓഫീസിൽ എത്തിയത്. തുടർന്ന് അല്പസമയത്തിനകമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നതും